അപ്പം ഞാൻ ഈ ഒരു ദിവസം ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ സംസാരിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു 4 വഴികളെക്കുറിച്ചാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് ഒത്തിരി വഴികളുണ്ട്, ഒത്തിരി മാർഗങ്ങളുണ്ട്. പക്ഷെ അതിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് നിങ്ങളുമായി സംസാരിക്കുന്നത് 4 വഴികളെക്കുറിച്ചാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ജീവനോട് പറ ഹല്ലേലൂയാ. അതിൽ ഒന്നാമത്തെ വഴി ഇതാണ്. എല്ലാ വഴികളും ആരംഭിക്കുന്നത് ജെറൂസലമിൽ നിന്നാണ്. ഒന്നാമത്തെ വഴി ഇങ്ങനെയാണ്: ജെറൂസലമിൽ നിന്നും ജെറീക്കോ വഴി സ്വർഗത്തിലെത്താം. അതായത് ഒരു വഴിയാണത്. ജെറൂസലമിൽ നിന്നും ജെറീക്കോ വഴി സ്വർഗത്തിലെത്താം. ഈ വഴി എവിടെയെങ്കിലും കുറിച്ച് കേട്ടിട്ടുണ്ടോ? ജെറൂസലേം, ജെറീക്കോ കേട്ടിട്ടുണ്ടോ? ബൈബിളുണ്ട്. ആരെങ്കിലും പറയാൻ പറ്റുമോ? നല്ല സമരിയാക്കാരൻ്റെ ഉപമ. നല്ല സമരിയാക്കാരൻ്റെ ഉപമ. അതായത് പ്രിയപ്പെട്ടവരെ, അവിടെ വചനം ഇങ്ങനെ പറയുന്നത്, ലൂക്കായുടെ സുവിശേഷം അതിൽ 10-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളാണ്. അതിലിങ്ങനെ പറയുന്നുണ്ട്: ഒരുവൻ ജെറൂസലേമിൽ നിന്നും ജെറീക്കോയിലേക്ക് ഒരു യാത്ര പോയി. യാത്ര മധ്യേ അവൻ കവർച്ചക്കാരാൽ ആക്രമിക്കപ്പെട്ടു. അവനെ അടിച്ച് അർത്ഥഭ്രാന്തനാക്കിയിട്ട് അവൻ അവിടെ വഴി കിടക്കുകയാണ്. അവരെല്ലാവരും വിട്ടുപോയി. അപ്പോൾ ആ വഴി ഒരു പുരോഹിതൻ അവൻ്റെ അടുക്കലേക്ക് വന്നു. പക്ഷെ അവനെ കണ്ടെങ്കിലും കാണാത്തതുപോലെ കടന്നുപോയി. തുടർന്ന് ഒരു ലേവായൻ കടന്നു വരുന്നുണ്ട്. അവനും കണ്ടെങ്കിലും മറുവശത്തു കൂടി കടന്നുപോയി. മൂന്നാമത് ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഒരു സമരിയാക്കാരൻ കടന്നു വരികയാണ്. സമരിയാക്കാരനെ കുറിച്ച് പറയുമ്പോൾ ദൂരെ വെച്ച് തന്നെ വഴിയിൽ കിടക്കുന്ന ആ മനുഷ്യനെ കണ്ടു. കണ്ട മാത്രയിൽ തൻ്റെ കഴുതയുടെ പുറത്തു നിന്നും അവൻ ഇറങ്ങി ഓടി ഈ മനുഷ്യൻ്റെ അരികിലേക്ക് വന്നിട്ട് ഈ മുറിവേറ്റ മനുഷ്യനെ തൻ്റെ മടിയിലേക്ക് കിടത്തി തൻ്റെ പക്കലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും ഒഴിച്ച് ആ മനുഷ്യൻ്റെ മുറിവുകൾ ശുശ്രൂഷിച്ചു. അതിനുശേഷം തൻ്റെ വാഹനമായ കഴുതയുടെ പുറത്തെ കയറ്റി ഇരുത്തിയിട്ട് ഒരു സത്രത്തിൽ കൊണ്ടുവന്നാക്കി. അവസാനം തൻ്റെ പക്കലുണ്ടായിരുന്ന 2 ദനാറ് കൊടുത്തിട്ട് അവൻ്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് സത്രം സൂക്ഷിപ്പുകാരനോട് പറയുക. എന്നിട്ട് അവൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞു: ഇവൻ്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും കൂടുതലായി വരുമെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നേക്കാം. പ്രിയമുള്ളവരെ, ആ മുറിവേറ്റ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് 3 വ്യക്തികളാണ് കടന്നു വന്നത്. പക്ഷെ സഹായിച്ചത് സമരിയാക്കാരനാണ്. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യത്തെ ഒരു വഴി ഞാൻ സൂചിപ്പിക്കുന്നത് ജെറൂസലേമിൽ നിന്നും ജെറീക്കോ വഴി നമ്മൾ കാണുന്നത് അതെങ്ങനെയാണ്? സഹോദര സ്നേഹം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, സഹോദരനോട് ഒരു അനുകമ്പ കാണിക്കാനായിട്ട് നമുക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വർഗത്തിലെത്താം. പറഞ്ഞേ ഹല്ലേലൂയാ. പറയത്തില്ല ഹല്ലേലൂയാ, ജീവൻ പറ ഹല്ലേലൂയാ. അപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷ സ്വീകരിക്കുമ്പോൾ, ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മുടെ സഹോദരനോട് അല്ലെങ്കിൽ അപരനോട് എനിക്ക് കരുണ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവനോട് എനിക്ക് അനുകമ്പയോടെ സംസാരിക്കാനും പെരുമാറാനും സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സ്വർഗത്തിലേക്ക് ആ വഴി എത്തിക്കുക തന്നെ ചെയ്യും. ഈ മുറിവേറ്റ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് 3 തരത്തിലുള്ള സ്വഭാവമുള്ള വ്യക്തികളാണ് കടന്നു വന്നത്. ഒന്നാമത്തെ സ്വഭാവം ഇതായിരുന്നു: കവർച്ചക്കാരൻ. കവർച്ചക്കാരുടെ മനോഭാവം എന്താണ്? നിന്റേതെല്ലാം എൻ്റെതാണ്. കണ്ടോ? നിന്റേതെല്ലാം എൻ്റെതാണ്. അതുകൊണ്ടാണല്ലോ അവർ കവർച്ച നടത്തുന്നത്, മോഷ്ടിക്കുന്നത്. നിന്റേതെല്ലാം എനിക്ക് വേണം. ഈ ഒരു മനോഭാവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ, ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകരുത്. നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ അതെനിക്ക് വേണം. അത് സമ്പത്തായാലും പണമായാലും പ്രസക്തിയായാലും എന്തായാലും മറ്റുള്ളവരുടെ എനിക്ക് വേണം എന്ന മനോഭാവം നമ്മൾ മാറ്റണം. രണ്ടാമത്, ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഒരു ലേവായൻ കടന്നു വന്നു, ഒരു പുരോഹിതൻ കടന്നു വന്നു. അവര് കണ്ടെങ്കിലും കാണാത്തതുപോലെ കടന്നുപോയി, മറുവശത്തു കൂടെ കടന്നുപോയി. അവരെന്താ ചിന്തിച്ചത്? എൻ്റെതെല്ലാം എൻ്റെതാണ്. എൻ്റെതെല്ലാം എൻ്റെതാണ്. എൻ്റെ സമയം അതെൻ്റെതാണ്. എൻ്റെ പണം അതെൻ്റെതാണ്. എൻ്റെ ആരോഗ്യം അതെൻ്റെതാണ്. എൻ്റെതായ കാര്യങ്ങളൊന്നും ഞാൻ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യത്തില്ല. എൻ്റെതായതൊന്നും ഞാൻ ആർക്കും കൊടുക്കത്തില്ല. ഇത് രണ്ടാമത്തെ മനോഭാവമാണ്. എന്നാൽ മൂന്നാമത്തെ മനോഭാവം നമ്മൾ കാണുന്നത്, അവിടെ ഇങ്ങനെ കാണുന്നത്, ദൂരെ വെച്ച് തന്നെ ആ വഴിയിൽ അർദ്ധപ്രാണനായി കിടക്കുന്ന ആ മനുഷ്യനെ കണ്ടിട്ട് എന്താ ചെയ്തത്?
ആ സമരിയാക്കാരൻ ചെയ്തത് ആ മനുഷ്യന്റെ അരികിലേക്ക് തൻ്റെ കഴുതയുടെ പുറത്തു നിന്നും ഇറങ്ങി ഓടിയിട്ട് ആ മനുഷ്യനെ ശുശ്രൂഷിക്കുകയാണ്. തൻ്റെ വീഞ്ഞും തൻ്റെ എണ്ണയും ഒക്കെ കൊടുത്ത് ശുശ്രൂഷിക്കുകയാണ്. തൻ്റെ സമയം ആ മനുഷ്യനോടുകൂടെ ചിലവഴിക്കുകയാണ്. അവസാനം തൻ്റെ വാഹനം ആ മനുഷ്യന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഏറ്റവും അവസാനം തൻ്റെ സമ്പത്ത് ആ മനുഷ്യന് വേണ്ടി ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ മനോഭാവം എന്താണ്? എൻ്റേതെല്ലാം നിൻ്റേതാണ്. എൻ്റേതെല്ലാം നിൻ്റേതാണ്. ഇവിടെ ആയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഒരു മനോഭാവം ഇതാണ്: എൻ്റേതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി തരാം. എൻ്റെ സമ്പത്തിൻ്റെ ഓഹരി ഞാൻ നിനക്ക് വേണ്ടിയിട്ട്, അപരന് വേണ്ടി ഞാൻ കൊടുക്കാം. എൻ്റെ സഹോദരന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കാം. എൻ്റെ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കാം. എൻ്റെ സഹായം ആവശ്യമായവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കാം. എൻ്റെ സമയം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാം. എൻ്റെതായതെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് നൽകാം. പ്രിയമുള്ളവരെ, ഈ ഒരു മനോഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വർഗത്തിലെത്താം. നിർഭാഗ്യവശാൽ ഇന്ന് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെതായ കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് പലപ്പോഴും നിർഭാഗ്യവശാൽ നമുക്ക് പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് കർത്താവിൻ്റെ വചനം കേട്ട് ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ക്രിസ്തു കാണിച്ചു തന്ന ഒരു മാതൃക അതാണ്: ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നൽകിയ, എന്നെ തന്നെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് നൽകിയാണ്. ഈ ഒരു മനോഭാവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്വർഗത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ വെക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനാണ് പറ ഹല്ലേലൂയാ. സ്വർഗത്തിൽ പോകണോ? മിണ്ടത്തില്ല. സ്വർഗത്തിൽ പോകണോ? സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കുക: എനിക്കുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഇനി രണ്ടാമത്തെ വഴി അത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ വഴി സൂചിപ്പിക്കുന്നത് അതിങ്ങനെയാണ്: ജെറൂസലമിൽ നിന്നും എമ്മാവൂസ് വഴി സ്വർഗത്തിലെത്താം. എവിടെയാണ്? ജെറൂസലമിൽ നിന്നും എമ്മാവൂസ് വഴി സ്വർഗത്തിലെത്താം. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യേശുവിന്റെ മരണശേഷം രണ്ട് സ്ലേഹന്മാര് അവർ ജെറൂസലമിൽ നിന്നും എമ്മാവൂസിലേക്ക് പോയി. വഴി മധ്യേ യേശു അവരുടെ കൂടെ കൂടി അവരോട് സംസാരിച്ചു. കഴിഞ്ഞപ്പോഴൊക്കെ അവരുടെ ഹൃദയം ജ്വലിക്കുന്നുണ്ട്. പക്ഷേ അവസാനം സത്രത്തില് അവരുടെ കൂടെ തങ്ങി അപ്പം വിഭജിച്ച് നൽകുമ്പോൾ, അപ്പം മുറിച്ച് നൽകുമ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അപ്പോൾ കൂടെ വസിച്ചവനെ, കൂടെയുള്ള കർത്താവിനെ തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ വഴി സൂചിപ്പിക്കുന്നത് നമ്മുടെ കൗദാശിക ജീവിതമാണ്. കൂടെയുള്ള കർത്താവിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് പരിശുദ്ധ കുർബാനയാണ്. എല്ലാ ദിവസവും കുർബാന കാണുന്നവര് ഒന്ന് കൈയുയർത്തി കാണിക്കാവോ? എല്ലാ ദിവസവും കുർബാന കാണുന്നവര് ഒത്തിരി പേരുണ്ടല്ലേ? ഓക്കെ. അവധി ദിവസങ്ങളിൽ കുർബാന കാണുന്നവര്, ഇപ്പൊ ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടാകാം, പഠിക്കുന്നവരുണ്ടാകാം. അതുകൊണ്ട് അവധി ദിവസങ്ങളൊക്കെ ഞാൻ കുർബാന കാണുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഓക്കെ. ഇനി എല്ലാവർക്കും കൈയുയർത്താൻ വേണ്ടി ഞാനൊരു അവസരം തരാം. എല്ലാ ഞായറാഴ്ചയും കുർബാന കാണുന്നവര് ഒന്ന് കൈയുയർത്തി കാണിക്കാവോ? അങ്ങനെയെങ്കിൽ എല്ലാവരും ഒന്ന് കൈയുയർത്തട്ടെ. ഓക്കെ, കൈകൾ താഴെ കേട്ടോ. ഇനി ഞാൻ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നോ? ഞാൻ ചോദിച്ച ഇങ്ങനെയാണ്: എല്ലാ ദിവസവും കുർബാന കാണുന്നവർ എന്നാ ഞാൻ ചോദിച്ചത്, അല്ലേ? നമ്മളോട് ചോദിക്കും, എവിടെ പോയ്യാ? കുർബാന കാണാൻ വേണ്ടി പോയ്യാ. കണ്ടോ, നമ്മൾ പലപ്പോഴും നമുക്കൊരു കുർബാന അനുഭവമില്ലാത്തത് നമ്മൾ കാഴ്ചക്കാരായി മാറുന്നത് കൊണ്ടാണ്. നമ്മൾ കാഴ്ചക്കാരായി ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു കുർബാന അനുഭവമായി മാറാത്തത്. പ്രിയമുള്ളവരെ, അത് ഒരാരാധനയായി മാറണം. നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഇതാണ്: കത്തോലിക്ക തിരുസഭയുടെ ഏറ്റവും വലിയ ആരാധനയാണ്, ആരാധനയാണ് പരിശുദ്ധ കുർബാന. കേട്ടോ, കത്തോലിക്ക തിരുസഭയുടെ ഏറ്റവും വലിയ ആരാധനയാണ് പരിശുദ്ധ കുർബാന. എപ്പോഴെങ്കിലും കുർബാനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞാൻ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി പോയാണെന്ന്? ഇല്ല, നമ്മൾ കാണാൻ വേണ്ടി പോയി.
പ്രിയമുള്ളവരെ, ഓരോ പ്രാവശ്യവും ഈ അൾത്താരയ്ക്ക് മുൻപിലെത്തുമ്പോൾ ജീവിക്കുന്ന കർത്താവിനെ കാണാൻ നമുക്ക് സാധിക്കണം. ഒരു ദൈവാനുഭവമായി മാറണം ഈ അൾത്താര, അല്ലെങ്കിൽ പള്ളിയിലേക്കുള്ള ഓട്ടം അതൊരു ദൈവാനുഭവമായി മാറണം. പറഞ്ഞേ ഹല്ലേലൂയ, ജീവനോട് പറ ഹല്ലേലൂയ. അപ്പം അച്ഛൻ എന്നെ പരിചയപ്പെടുത്തിയായിരുന്നു. എൻ്റെ പേര് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? പറ, എന്നതായിരുന്നു? ഇമ്മാനുവൽ എന്നാ എൻ്റെ പേര് പറഞ്ഞത് അല്ലേ? പക്ഷെ എൻ്റെ ഓഫീഷ്യൽ നെയിം ഇമ്മാനുവൽ എന്നല്ല കേട്ടോ. എൻ്റെ ഓഫീഷ്യൽ നെയിം ജയകുമാർ എന്നാ. ജയകുമാർ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തോ തോന്നുന്നുണ്ട് അല്ലേ? കാരണം ഒരു അഭംഗി തോന്നുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത് 13 വയസ്സ് വരെയും ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചത് ഒരു അക്രൈസ്തവനായിട്ടാണ്. ഞാനൊരു ഹിന്ദു സമുദായത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് 13 വയസ്സ് വരെ. എൻ്റെ കുഞ്ഞുനാളിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നം, ആഗ്രഹം എന്ന് പറയുന്നത് ഒരമ്പലത്തിലെ ശാന്തിക്കാരനാകണം. അങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാതെ അമ്പലത്തിൽ പോയി അമ്പലത്തിലെ പൂജകളിലൊക്കെ പങ്കെടുത്ത് ആ ഒരു ആഗ്രഹവുമായിട്ട് ജീവിച്ച എൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നത് ഇതുപോലെ ഒരു വചന ശുശ്രൂഷയുടെ സമയത്തൊന്നുമല്ല, മറിച്ച് ഞാൻ പഠിച്ച ഒരു കാത്തലിക് മാനേജ്മെൻറ്റ് സ്കൂളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു മാസാദ്യ വെള്ളിയാഴ്ച ആദ്യമായിട്ട് തൊട്ടടുത്തുള്ള പള്ളിയിൽ കത്തോലിക്ക കുട്ടികളുടെ കൂടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. അതാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. കാരണം ആദ്യമായിട്ട് ഞാൻ പള്ളിയിൽ കയറിയ 5ാം ക്ലാസ് മുതൽ ഞാൻ അവിടെ പഠിക്കുന്നതാണ്. 3 വർഷം ഞാൻ പഠിച്ചിട്ടും തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് ഞാൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പക്ഷേ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, ആളെന്ന് വൈദികനാണ്, ആ കൂട്ടുകാരൻ പള്ളിയിലേക്ക് പോയ എല്ലാ കാത്തലിക് സ്റ്റുഡൻസും നോൺ കാത്തലിക് ആയിട്ടുള്ള ഞങ്ങൾ ക്ലാസ് റൂമിൽ വെറുതെ ഇരിക്കുക. ആ സമയത്ത് പള്ളിയിലേക്ക് പോയ എൻ്റെ ഈ കൂട്ടുകാരൻ, വൈദികനായ കൂട്ടുകാരൻ, ഇപ്പോൾ ആ കൂട്ടുകാരൻ പള്ളിയിലേക്ക് പോയിട്ട് അവൻ തിരിച്ച് ക്ലാസ് റൂമിലേക്ക് വന്നു. ക്ലാസ് റൂമിലേക്ക് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, ജയകുമാറെ, നീ ഇവിടെ ഇരിക്കണ്ട, നീ എൻ്റെ കൂടെ വന്ന് പള്ളിയിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഇപ്പം എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളൊക്കെ അറിയാവുന്ന എൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് പറയുകയാണ്, ജയകുമാറെ, നീ ഇവിടെ ഇരിക്കണ്ട, നീ എൻ്റെ കൂടെ വന്ന് പള്ളിയിൽ ഇരിക്കാനായിട്ട്. എനിക്ക് ദേഷ്യം വന്നു, സങ്കടം വന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, പോയി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങളുടെ പള്ളിയിലൊന്നും ഞാൻ കയറത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ജയകുമാറെ, നീ പള്ളിയിലേക്ക് വാ, എൻ്റെ കൂടെ വാ. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ പള്ളിയിൽ കയറിയിട്ട് ഞാൻ പ്രാർത്ഥിക്കത്തില്ല. അപ്പോൾ അവനെന്നോട് ചോദിച്ചു, നിന്നോട് പ്രാർത്ഥിക്കാൻ ആരാ പറഞ്ഞ? എനിക്കൊരു കമ്പനിക്ക് വന്നാൽ മതി. അതെ, ചിലർ കമ്പനി കൂടാൻ വേണ്ടി പള്ളിയിൽ പോകും. അപ്പോൾ അവനും പറഞ്ഞു, എനിക്കൊരു കമ്പനിക്ക് വന്നാൽ മതി. അങ്ങനെ ആ കൂട്ടുകാരൻ്റെ സ്നേഹത്തോടെയുള്ള നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കത്തോലിക്ക ദേവാലയത്തിൽ കയറുന്നത്. ഞാൻ ഏറ്റവും പിറകിലെ ആനവാതിലൂടെയാണ് ആ പള്ളിയിലേക്ക് ഞാൻ കയറുന്നത്. ഈ പള്ളിയിലേക്ക് കയറി ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചപ്പോൾ തന്നെ എന്തോ ഒരു ദൈവീകത എൻ്റെ ശരീരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. നല്ല നല്ല രൂപങ്ങളൊക്കെ ഉണ്ട്. മാതാവിൻ്റെ രൂപമുണ്ട്, യൗസേപ്പ് പിതാവിൻ്റെ രൂപമുണ്ട്. സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചാണ്, അതുകൊണ്ട് സെൻറ്റ് സെബാസ്റ്റ്യൻ രൂപമുണ്ട്. ഒപ്പം തന്നെ തൂങ്ങപ്പെട്ട രൂപമുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് വന്നിട്ട് ഓരോ ക്ലാസ്സിലെ കുട്ടികളെ ഇങ്ങനെ ലൈനായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏറ്റവും മുൻപിൽ 5ാം ക്ലാസ്സുകാർ, തൊട്ട് പുറകിൽ 6ാം ക്ലാസ്സുകാർ, 7ാം ക്ലാസ്സുകാർ, 8, അങ്ങനെ 10ാം ക്ലാസ് വരെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ 8ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഏറ്റവും നടുഭാഗത്തായിട്ട് നിൽക്കുക. അപ്പോൾ എനിക്ക് തോന്നി, ഈ നടുഭാഗത്ത് ഈ ലൈനിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യേണ്ടി വരും, ഇവർ പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ കൂട്ടുകാരനോട് പറഞ്ഞു, ഇടാ, ഞാനിവിടെ ഇരിക്കുന്നില്ല, ഞാൻ പോയി ക്ലാസ് റൂമിൽ ഇരുന്നേക്കാം. അപ്പം അവൻ പറഞ്ഞു, ജയകുമാറെ, നീ ഇവിടെ ഇരിക്ക്, നീ വേറെ ഒന്നും ചെയ്യണ്ട, ചുമ്മാ ഇരുന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഞാൻ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവനെ കൈ കയറി പിടിച്ചു. അപ്പം ഞാൻ ദേഷ്യപ്പെടും, എടാ കൈയൊന്നും വിട്, ഞാൻ പോയട്ടെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ വലിയ അഹങ്കാരത്തോടെ അവൻ്റെ കൈയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ഞാൻ ഈ ആദ്യമായിട്ട് കയറിയ ദേവാലയത്തിൽ നിന്നും ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി. ആനവാതിലൂടെ തന്നെയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയത്. പക്ഷേ ആദ്യമായിട്ട് പള്ളിയിൽ കയറിയ ആ ദിവസത്തിൽ എൻ്റെ ജീവിതത്തിൽ 3 അത്ഭുതങ്ങൾ സംഭവിച്ചു. ഒന്നാമത്, ഞാൻ വലിയ അഹങ്കാരത്തോടെ ഈ കയറിയ വാതിലിലൂടെ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയിട്ട് എങ്ങനെയെല്ലാം ശ്രമിച്ചിട്ടും ആ പള്ളിയിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല.
കാരണം ഞാൻ എൻ്റെ സർവ്വശക്തിയും എടുത്തിട്ട് ഞാൻ പള്ളിയുടെ പുറത്തേക്ക് ചായുന്നുണ്ട്, പക്ഷേ ആരോ അകത്തേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്, ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? കാരണം എൻ്റെ സർവ്വശക്തി ഇവിടെ ഞാൻ പുറത്തേക്ക് ആയുകയാണ്, പക്ഷെ അതേ ശക്തിയോടെ അകത്തേക്ക് പിടിച്ച് ആര് വലിക്കുകയാണ്. ഞാൻ നോക്കിയിട്ടാണെങ്കിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ ലാറ്റിൻ കുർബാനയാണ്. കുർബാനയുടെ പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ കുട്ടികളെല്ലാവരും എഴുന്നേറ്റിരുന്നു. അപ്പം എനിക്കൊന്നും തോന്നുന്നില്ല. ഞാൻ അവസാനം എന്ത് ചെയ്യുന്നറിയോ, ഈ പള്ളിയുടെ ഏറ്റവും പിറകിൽ ആനവാതിലിൻ്റെ സൈഡിൽ ഞാൻ അവിടെ ചമ്രം പതിഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. ഓർഗണം വെച്ച് നല്ല പാട്ട് കേൾക്കുന്നുണ്ട്, കുട്ടികളെല്ലാവരും സ്വരത്തിൽ പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സും പാടുന്നുണ്ട്, എല്ലാവരും ഭയഭക്തിയോടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും പിറകിൽ ഞാൻ ഇരുന്ന് ഇങ്ങനെ താളത്തിൽ ഇങ്ങനെ മദ്ദളമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക. അത്യാവശ്യം കുസൃതിയൊക്കെയുള്ള പ്രായമാണ്, കളിച്ച് നടക്കുന്ന പ്രായമല്ലേ. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് കുട്ടികളെല്ലാവരും ഉറക്കെ പറയുന്നുണ്ട്, ആമേൻ അങ്ങയുടെ കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ നോക്കി, നല്ല നല്ല വാക്കുകളാണ് പറയുന്നത്. ഞാനും ഏറ്റവും പറയുന്നതെന്ന് പറഞ്ഞു, ആമേൻ അങ്ങയുടെ കൂടെ. അപ്പോൾ കുട്ടികൾ ഒരു പ്രാവശ്യം ആമേൻ പറയുമെങ്കിൽ ഞാനൊരു 10 പ്രാവശ്യം പറയും, ഒരു എക്ക പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടികളൊക്കെ എന്നെ നോക്കിയിരുന്ന് ചിരിക്കുന്നുണ്ട്. ഞാൻ അവരോട് ഹായ് പറഞ്ഞിട്ടാ ആമേൻ. അപ്പോൾ ടീച്ചേഴ്സിനോട് മിണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ബഹുമാനത്തോടെ ഞാൻ പറയുന്നുണ്ട് ആമേൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ഇങ്ങനെ കാണിക്കുന്നുണ്ട് അല്ലേ. നമ്മളും പള്ളി വെച്ച് കാണിക്കാറുണ്ട്, എന്നാ സമാധാനം കൊടുക്കുക. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരാൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, തൊട്ട് പുറകെ ഇരിക്കുന്ന ആൾ ഇയാളുടെ മുതുകത്ത് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ദൈവമേ, മുതുകത്ത് കൊടുക്കുന്നതിന് പ്രധാനപ്പെട്ട സംഭവമായി കൊടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നോടാ ഭിത്തി സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർ ഭിത്തിയിലേക്ക് നോക്കിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ, ഭിത്തിക്കും കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതെന്തോ പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. ഞാനാണെങ്കിൽ ഏറ്റവും പിറകിൽ ഒറ്റക്ക് പോയിരിക്കുക. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. തൊട്ട് അങ്ങേ സൈഡിൽ ഒരു മാമോദിസ തൊട്ടിയുണ്ട്, അവിടെ ഒരു വലിയൊരു വട്ടത്തിലൊരു തൂണുണ്ട്, ഇവിടെയും ഒരു തൂണുണ്ട്. ഞാൻ വിചാരിച്ചു അവരേതായാലും ഭിത്തി കൊടുത്തല്ലോ, എന്നാൽ പിന്നെ ഞാൻ തൂണിന് കൊടുത്തേക്കാം. ഞാൻ ഇരുന്നുകൊണ്ട് തന്നെ ഹായ് തൂണേ എന്നൊക്കെ പറഞ്ഞ് തമാശകൾ ചെയ്യുക, നന്നായിട്ട് ഉഴപ്പുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാവരും മുട്ടുകുത്തി വന്നു. അപ്പം ആദ്യം മുട്ടുകുത്തിയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. കുട്ടികളെല്ലാവരും മുട്ടുകുത്തി വന്നു. ഞാൻ നോക്കിയപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലുന്ന ആളെ ആ സമയത്താണ് ഞാൻ കണ്ടത്. ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും മുമ്പിൽ ഈ അൾത്താരയ്ക്ക് നടുവിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സ്കൂളിൻ്റെ മാനേജർ അച്ഛനാണ് പ്രാർത്ഥിക്കുന്നത്, ഈ കുർബാന അർപ്പിക്കുന്നത്. അപ്പം എനിക്ക് വലിയ സന്തോഷം തോന്നി, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അച്ഛനാണ്. അപ്പോൾ ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ അച്ഛൻ ഓരോ കാര്യങ്ങൾ നല്ല ഭയഭക്തി അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്തോ ഒരു സാധനം ഇങ്ങനെ എടുത്ത് ഉയർത്തി, അല്ലേ, നമുക്കറിയാം തിരുവോസ്തിയാണ്. അച്ഛനിങ്ങനെ ഉയർത്തി, എന്നിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുക. എല്ലാ കുട്ടികളും ഭയഭക്തിയോടെ നിൽക്കുന്നുണ്ട്, ഞാനും ഏറ്റവും പിറകിൽ നിൽക്കുക. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞൊരു വാക്യം എൻ്റെ ചങ്കത്ത് വന്ന് കൊണ്ടു. അപ്പം നിങ്ങൾ വിചാരിക്കും ആ വാക്യമായിരിക്കും എന്നെ മാനസാന്തരപ്പെടുത്തിയെന്ന്. ആ വാക്യമൊന്നുമില്ല. അച്ഛൻ പറഞ്ഞ ഇങ്ങനെയാണ്, ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ വന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്പം എനിക്ക് സന്തോഷമായി, അച്ഛൻ എന്തോ തിന്നാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ടല്ലേ പള്ളിയിൽ കയറുന്നത്. അപ്പം ഞാൻ എന്തോ തിന്നാൻ വേണ്ടി കിട്ടും എന്ന് കരുതിയിട്ടാണ് അച്ഛൻ പിടിച്ചിരിക്കുന്ന ആ വസ്തുവിലേക്ക് ഞാൻ നോക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്ന രണ്ടാമത്തെ അത്ഭുതം ഇതാണ്, അച്ഛൻ്റെ കയ്യിൽ ജീവനുള്ള ഒരു ഹൃദയം ഇരുന്ന് തുടിച്ചോണ്ടിരിക്കുക. അച്ഛനെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ ഹൃദയം തുടിക്കുന്നതിനനുസരിച്ച് അച്ഛൻ്റെ കൈ ഇങ്ങനെ ചലിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ലൈവായിട്ട് കാണുകയാണ് അച്ഛൻ ഉയർത്തിയ അച്ഛൻ്റെ കയ്യിലിരിക്കുന്ന ആ തിരുവോസ്തി ഹൃദയം അത് രണ്ടായിട്ട് പൊട്ടി പിളർന്നിട്ട് അച്ഛൻ്റെ കയ്യിലൂടെ ഇങ്ങനെ ബ്ലഡ് താഴത്തേക്ക് ഒലിച്ചിറങ്ങിയ. അപ്പോൾ അച്ഛനിങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ കയ്യിലൂടെയാണ് ബ്ലഡ് താഴത്തേക്ക് വീഴുന്നത്. ഈ ബ്ലഡ് വന്ന് മുഴുവൻ വീഴുന്നത് ഈ അൾത്താരയിലെ ഈ വെള്ള വസ്ത്രത്തിലേക്കാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഈ അൾത്താരയിലെ ഈ വെള്ള തുണി മുഴുവൻ ചുവന്ന കളറായി മാറി. അത്രയും ബ്ലഡ് കൊണ്ട് നിറഞ്ഞു. അപ്പം എനിക്ക് ആകെ തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്, കാരണം ഞാൻ ആദ്യമായിട്ട് ഇതെല്ലാം കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് ഈ പള്ളിയിൽ കയറിയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അല്ലെ എല്ലാ ടീച്ചേഴ്സിനും ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, കുർബാനയ്ക്ക് പോകുന്ന എല്ലാവർക്കും ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എനിക്കറിയത്തില്ല ഇതെന്താ സംഭവിക്കുന്നുവെന്ന്. ഞാൻ തല കറങ്ങുന്നതുകൊണ്ട് കുറച്ച് നേരം കണ്ണടച്ച് പിടിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഞാൻ രണ്ടാമത് ഒന്ന് കണ്ണ് തുറന്നു നോക്കി. കണ്ണ് തുറന്നു നോക്കിയ സമയത്ത് രണ്ടാമത്തെ അടുത്ത ഒരു അത്ഭുതം ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്, ഈ അൾത്താരയ്ക്ക് നടുവിലിരുന്ന ആ അച്ഛനെ കാണുന്നില്ല. കുർബാന തീർന്നിട്ടില്ല, പക്ഷെ അച്ഛനെ കാണുന്നില്ല. പിന്നെ ഞാൻ കണ്ട ഈ ഹൃദയമോ അല്ലെങ്കിൽ ബ്ലഡോ ഒന്നും ഞാൻ കാണുന്നില്ല. പകരം ഈ അൾത്താരയ്ക്ക് നടുവിലായിട്ട് ശരീരം മുഴുവൻ മുറിവേറ്റ ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ശരീരം മുഴുവൻ മുറിവേറ്റ ഒരു മനുഷ്യൻ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ മുറിവുകളുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടത്.
അതാരാണെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ നോക്കി, ആ മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവില്ലാത്ത ഭാഗമുണ്ടോ നോക്കി, പക്ഷെ എങ്ങും കണ്ടെത്താൻ പറ്റില്ല കേട്ടോ. ശരീരം മുഴുവൻ അടിച്ച് തകർക്കപ്പെട്ട രീതിയിൽ മുറിവേറ്റിരിക്കുക. കുറേ കഴിഞ്ഞപ്പോൾ ഈശോ തന്ന ഒരു പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരുന്നു. ആ 13-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് പള്ളിയിൽ കയറിയപ്പോൾ ഈശോയുടെ പീഡാനുഭവം മുഴുവൻ നേരിട്ട് കാണാനുള്ള ഒരു അനുഗ്രഹം അത് ഈശോ അന്ന് എനിക്ക് തന്നു. 13-ാമത്തെ വയസ്സിൽ അന്ന് ഞാൻ കണ്ടപ്പോൾ അത് ഈശോയുടെ പീഡാനുഭവമാണോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എനിക്കറിയാം അന്ന് കണ്ട കാര്യങ്ങളാ ഈശോയുടെ പീഡാനുഭവമായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചമ്മട്ടി കൊണ്ട് അടിക്കുന്നത് ഞാൻ കണ്ടതാ, പക്ഷെ ചമ്മട്ടിയാണോ ഒന്നും എനിക്കറിയത്തില്ല. ഈ കാർക്കിച്ച് തുപ്പിയിട്ട് ഈ മുഖത്തുകൂടി ഒലിച്ച് ഇറങ്ങുന്നത്, തുപ്പല ഒലിച്ചിറങ്ങുന്നത് ഞാൻ കണ്ടതാ. പക്ഷെ ഇത് പിന്നീട് ബൈബിൾ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഈശോ അനുഭവിച്ച പീഡാസഹനങ്ങളാ. 13-ാമത്തെ വയസ്സിൽ അത് കാണാനുള്ള കൃപ എനിക്ക് തന്നു. ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരാൾ വന്നിട്ട് ഈ മുറിവേറ്റ മനുഷ്യനെ ഒരൊറ്റ അടി വെച്ച് കൊടുത്തു. ഈ അടി കൊണ്ടതും പിന്നെ ഈ മുറിവേറ്റ മനുഷ്യൻ താഴത്തേക്ക് വീണിട്ട് അവിടെ ഇരിക്കുന്ന എനിക്ക് ഈ മനുഷ്യനെ കാണാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഈ മുറിവേറ്റ മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. താഴെ വീണ ആ മനുഷ്യൻ വളരെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. ഈ അൾത്താരയിൽ ഇങ്ങനെ കൈ കുത്തിയാണ് നിൽക്കുന്നത്. കൈ കുത്തി നിന്നിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ അടുത്തൊരു കാര്യം ഇതാ, ദേവാലയം നിറയെ ടീച്ചേഴ്സുണ്ട്, മറ്റു പലരുണ്ട്, കുട്ടികളുണ്ട്. പക്ഷെ അവരെ ആരെയും ഈ മുറിവേറ്റ മനുഷ്യൻ നോക്കുന്നില്ല. ഏറ്റവും പിറകില് ഒറ്റക്ക് പോയിരിക്കുന്ന എന്നെ നോക്കിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം ഇതാണ്: മോനെ ജയകുമാരെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മോനെ ജയകുമാരെ, ഞാൻ നിനക്കും കൂടി വേണ്ടിയിട്ട് കുരിശിൽ മരിക്കാൻ വേണ്ടി പോവുക. പ്രിയപ്പെട്ടവരെ, 13 വയസ്സ് വരെയും ഞാൻ ഈ ഭൂമി ജീവിച്ചിട്ട് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ദൈവത്തെ ഞാൻ കണ്ടെത്തിയത് ഈ പരിശുദ്ധ അൾത്താരയിലാണ്. എനിക്ക് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു ദൈവത്തെ ഞാൻ കണ്ടെത്തിയത് ഈ പരിശുദ്ധ അൾത്താരയിലാണ്. പ്രിയമുള്ളവരെ, അന്ന് മുതൽ ഈശോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി, അല്ലെങ്കിൽ ഈശോയുടെ ബെസ്റ്റ് ഫ്രണ്ടായി ഞാൻ മാറിയതാണ് 13-ാമത്തെ വയസ്സിൽ. പ്രിയമുള്ളവരെ, അതിനുശേഷം ഓരോ ദിവസവും ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ പള്ളിയിൽ കയറി ഞാൻ ഈ അൾത്താരയിലാണ് ഞാൻ ഈശോയെ കണ്ടത്. ഈ സക്രാരിയിൽ എനിക്ക് ഈശോ അറിയത്തില്ല, പക്ഷേ അൾത്താര വെച്ച് ഞാൻ കണ്ടത്. അതുകൊണ്ട് എപ്പോൾ ക്ലാസ്സിൽ വരുന്നോ പള്ളിയിൽ കയറിയിട്ട് മുട്ടുകുത്താനൊന്നും അറിയത്തില്ല, പക്ഷേ ഈ അൾത്താരയിലേക്ക് നോക്കിയിട്ട് ഞാൻ ഈശോയോട് പറയും: ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ, നീ എന്നെ സ്നേഹിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാ ഞാൻ എൻ്റെ ക്ലാസ് മുറിയിലേക്ക് പോകുന്നത്. പക്ഷേ ഈശോയുമായിട്ട് ഇങ്ങനെ അടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. എൻ്റെ പഠനത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. എൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പ്രിയമുള്ളവരെ, അതിനുശേഷം 10-ാം ക്ലാസ് മുതൽ ഞാൻ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിലായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് പണിയച്ചൻ്റെ കൂടെ ശുശ്രൂഷ തുടങ്ങി. 10-ാം ക്ലാസ് മുതൽ മാമോദിസ സ്വീകരിക്കുന്നത് 18-ാമത്തെ വയസ്സിലാണ്. അത്രയും വെയിറ്റ് ചെയ്തു. 13-ാമത്തെ വയസ്സിൽ ഈശോയെ ഞാൻ കണ്ടെത്തി. 18-ാമത്തെ വയസ്സ് വരെയും മാമോദിസ സ്വീകരിക്കാൻ ഞാൻ വെയിറ്റ് ചെയ്തതിൻ്റെ കാരണം ഇതാണ്. ഞാൻ ഈശോയോട് പറഞ്ഞു: ഈശോയെ, അങ്ങ് എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു, അങ്ങ് ദൈവമാണെന്ന് പറഞ്ഞു, അങ്ങ് സത്യദൈവമാണെന്ന് പറഞ്ഞു. ഈശോയെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ സ്നേഹം എൻ്റെ അപ്പയും അമ്മയും, എൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ അനുജനുണ്ട്, അവരും അനുഭവിച്ചറിയണം. എങ്കിൽ മാത്രമേ ഞാൻ അങ്ങയുടെ കൂടെ തുടർന്ന് ഞാൻ ജീവിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, 18-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പയും അമ്മയും ധ്യാനം കൂടി. എൻ്റെ ചേട്ടൻ, എൻ്റെ അനുജൻ, അപ്പനും അമ്മയും ഞാനും, ഞങ്ങൾ 5 പേര് ഒരുമിച്ച് മാമോദിസ സ്വീകരിച്ചു. 5 പേര് ഒരുമിച്ച് ആദ്യ കുർബാന സ്വീകരിച്ചു. 5 പേര് ഒരുമിച്ച് കുമ്പസാരിച്ചു, സ്ഥൈര്യലേപനം സ്വീകരിച്ചു. അപ്പയുടെയും അമ്മയുടെയും വിവാഹം പള്ളിയിൽ വെച്ച് ആശീർവദിക്കപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരം ഇത് പറ, ഹല്ലേലൂയാ. പോരാ, നന്നൊരു പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, അന്ന് മുതൽ ഈശോയാണ് എനിക്കെല്ലാം. കാരണം എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, എന്ത് വേദനയുണ്ടായാലും, എന്ത് തകർച്ചയുണ്ടായാലും ഞാൻ ഈ അൾത്താരയ്ക്ക് മുമ്പിലേക്ക് വന്നിട്ട് എൻ്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അങ്ങയുടെ സ്നേഹം എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് പറയുമ്പോഴൊക്കെ ആ ഈശോ എന്നോട് പറയാറുണ്ട്: മോനെ, ഞാൻ നിന്റെ കൂടെയുണ്ട്, മോനെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, 2-ാമത്തെ വഴി ജെറൂസലമിൽ നിന്നും എമ്മാവൂസ് വഴി സ്വർഗത്തിലെത്താം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഇതാണ്:
നിങ്ങൾ ബലിയർപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ജീവിക്കുന്ന കർത്താവിനെ നമുക്ക് ഈ അൾത്താരയിൽ കാണാൻ പറ്റണം. 13ാമത്തെ വയസ്സിൽ എനിക്ക് കാണാൻ പറ്റിയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം ഇതാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ആഗ്രഹത്തോടെ വേണം നമ്മൾ ഈ അൾത്താരയെ സമീപിക്കാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ധ്യാനങ്ങൾ കൂടിയതാണ്, കുർബാന മുടക്കരുതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുർബാനയ്ക്ക് ഞാൻ പോകുകയാണ്. അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണമെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുമ്പസാരിക്കുക. ആ മനോഭാവമൊക്കെ മാറ്റിയിട്ട് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയണം എന്ന മനോഭാവത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ ഓരോ ദേവാലയത്തിലും അല്ലെങ്കിൽ ഇടവക ദേവാലയത്തിൽ അൾത്താരയോട് അടുക്കാൻ നോക്ക്. ആ ഓരോ പരിശുദ്ധ കുർബാനയും നിങ്ങൾക്ക് വലിയൊരു ദൈവാനുഭവമായി മാറും. പറഞ്ഞേ ഹല്ലേലൂയാ. പറ ഹല്ലേലൂയാ. ജീവനം പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ 2ാമത്തെ വഴി സ്വീകരിക്കാവോ? മിണ്ടത്തില്ല. സ്വീകരിക്കാവോ? ഇന്നു മുതൽ നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് വേണ്ടി മരിച്ച, എന്നെ സ്നേഹിക്കുന്ന, പീഡ സഹിച്ച ഈ കർത്താവിനെ ഈ അൾത്താരയിൽ നമുക്ക് കാണാൻ പറ്റണം. കാരണം അറിയോ, ലോകത്ത് ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഇടമാണ് ഈ പരിശുദ്ധ അൾത്താര. വെറും ഗോതമ്പപ്പവും മുന്തിരി വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറ്റപ്പെടുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ അൾത്താരയിലേക്ക് എൻ്റെ ജീവിതത്തിലെ ഏത് കാര്യം ഞാൻ സമർപ്പിക്കുന്നു, ചിലപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളായിരിക്കാം, വേദനകളായിരിക്കാം, രോഗപീഠകളായിരിക്കാം, തകർച്ചകളായിരിക്കാം, പരാജയങ്ങളായിരിക്കാം, അസ്വസ്ഥതകളായിരിക്കാം, പാപത്തിൻ്റെ തഴക്കങ്ങളായിരിക്കാം. പക്ഷേ ഈ അൾത്താരയിലേക്ക് നിങ്ങൾ വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഓരോ പരിശുദ്ധ കുർബാനയിലും നിങ്ങൾ വെച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, കർത്താവ് നമ്മൾ ഈ അൾത്താരയിലേക്ക് സമർപ്പിക്കുന്നത് എടുത്ത് വാഴ്ത്തി ആശീർവദിച്ച് മാറ്റി നൽകും. നമ്മുടെ രോഗങ്ങളാണ് ഈ അൾത്താരയിലേക്ക് വെച്ചു കൊടുക്കുന്നതെങ്കിൽ യേശു നമ്മുടെ രോഗങ്ങളെല്ലാം ഏറ്റെടുത്തിട്ട് വാഴ്ത്തി ആശീർവദിച്ചിട്ട് സൗഖ്യമായിട്ട് തിരികെ നൽകും. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ ഈശോ നമ്മുടെ സങ്കടങ്ങളെല്ലാം ഏറ്റെടുത്തിട്ട് അത് വാഴ്ത്തി ആശീർവദിച്ചിട്ട് സമാധാനമായിട്ട് ആശ്വാസമായിട്ട് നമുക്ക് തിരികെ നൽകും. നമ്മുടെ പാപത്തിന്റെ അവസ്ഥകളാണ് ഈ അൾത്താരയിലേക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈശോ നമ്മുടെ പാപത്തിന്റെ മേഖലകൾ ഏറ്റെടുത്തിട്ട് വാഴ്ത്തി ആശീർവദിച്ചിട്ട് പുണ്യങ്ങളായിട്ട് നിങ്ങൾക്ക് തിരികെ നൽകും. പറഞ്ഞേ ഹല്ലേലൂയ. ഈ അൾത്താരയ്ക്ക് മുമ്പിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോൾ വരുന്നുവോ ഈ അൾത്താരയിലേക്ക് കൊടുക്കുവാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ആ അൾത്താരയിൽ ആ കുർബാന മധ്യേ ഈശോ അത് വാഴ്ത്തി ആശീർവദിച്ച് നിങ്ങൾക്ക് തിരികെ നൽകും. പറഞ്ഞേ ഹല്ലേലൂയാ. സർവ്വതി പറ ഹല്ലേലൂയ. ജീവനാണ് പറ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്ന ഇടം അത് ഈ പരിശുദ്ധ അൾത്താരയിലാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുർബാന മുടങ്ങുന്നുണ്ട്. കാരണം കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ നടന്നു പോകുന്ന വഴിക്ക് ചിലപ്പോൾ നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇടയ്ക്ക് തല ചുറ്റി വീഴും. ഇപ്പം എൻ്റെ അസുഖം എന്ന് പറയുന്നത് തലയിലെ ഒരു ഞരമ്പ് ഇടയ്ക്ക് ബ്ലോക്കാകുന്നുണ്ട്. ബ്ലോക്കാകുന്ന സമയത്ത് ഞാൻ തലകറങ്ങി വീഴും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന മരുന്ന് മുടക്കാൻ പാടില്ല, ജീവിതകാലം മുഴുവൻ കഴിക്കണം. പക്ഷേ ഈ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഞാൻ വീഴുന്നില്ല. ഇത്ര നാളായിട്ട് 3 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, വീഴുന്നില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രാർത്ഥനക്കാരനാണ്, ധ്യാനഗുരുവാണ് എന്ന് വിചാരിച്ചിട്ട് അത് രാവിലെ എഴുന്നേൽക്കുന്ന ശീലം നിർത്തണം. ഓക്കെ ആണെങ്കിൽ മാത്രം എഴുന്നേറ്റാൽ മതി. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ രാവിലെ കുർബാന മുടങ്ങാറുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വൈകുന്നേരങ്ങൾ കുർബാന കിട്ടുമെങ്കിൽ ഞാൻ പോകാറുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, അപൂർവ ദിവസങ്ങൾക്ക് മാത്രമേ ഞാൻ കുർബാന മുടക്കാറുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ കുർബാനയിൽ ഞാൻ ഈശോയ്ക്ക് എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ സങ്കടങ്ങൾ എന്തെല്ലാം കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ആ ദിവസങ്ങൾ തന്നെ, ഞാൻ പറയുന്ന ദിവസത്തിനുള്ളിൽ ഈശോ അത് എടുത്ത് ആശീർവദിച്ച് തിരികെ തന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പോരാ, നന്നായി പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം കൂടി ഞാൻ പറയും. ഞാൻ വിവാഹിതനാണ്, ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ വിവാഹം കഴിഞ്ഞ് 3 വർഷമായിട്ടും ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു.
അപ്പോൾ ഒത്തിരി സങ്കടമായിരുന്നു. എല്ലാവരും ചോദിക്കുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് വിഷമമായിരുന്നു. പിന്നെ എല്ലാവരും പരിഹസിക്കുന്നു, ധ്യാനഗുരുവാണ്, ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, എന്നിട്ട് മക്കളില്ല. അപ്പം അങ്ങനെ ഒരുപാട് പരിഹാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ പ്രാർത്ഥനയിൽ, കുർബാനയിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയെ അങ്ങ് ആശീർവദിക്കണമേ, ഈശോയെ അങ്ങ് ആശീർവദിക്കണമേ, ഗർഭപാത്രത്തെ ആശീർവദിക്കണമേ. പ്രിയമുള്ളവരെ, ഒത്തിരി പ്രാർത്ഥനയുടെയും മരുന്നിൻ്റെ ഫലമായിട്ട് 3 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭാര്യ ഗർഭിണിയാകുന്നത്. ഒത്തിരി സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നേ. അതിനുശേഷം 5ാമത്തെ മാസം ഞങ്ങൾ ആദ്യത്തെ ഒരു സ്കാനിങ് കഴിഞ്ഞു, 3ാമത്തെ മാസം 2ാമത്തെ സ്കാനിങ്ങിന് വേണ്ടി 5ാമത്തെ മാസം പോയി. സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ട് ഡോക്ടറിനെ വീട്ടിൽ ചെന്ന് കാണിക്കുക. ഡോക്ടറിനെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു, മോനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നിട്ട് ഭാര്യയെ പുറത്തേക്ക് ഇരുത്തി. എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത്, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നോർമലായിട്ടുള്ള കുഞ്ഞല്ല, അംഗവൈകല്യമുള്ള കുഞ്ഞാണ്, ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ആദ്യം ചോദിച്ചു, ഡോക്ടറെ കഴിഞ്ഞ സ്കാനിങ്ങിൻ്റെ സമയത്ത് അത് കണ്ടില്ലായിരുന്നു? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, തുടക്കത്തിലെ സ്കാനിങ്ങില് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ മനസ്സിലാകുന്നു. ഡോക്ടർ ഒരു കണക്കൊക്കെ പറഞ്ഞു, ഇത്ര സെൻറ്റിമീറ്റർ, അതായത് കുഞ്ഞിൻ്റെ അവസ്ഥ ഇതാണ്, ശരീരത്തേക്കാൾ ഉപരി തല ഒത്തിരി വലുതാണ്. അതാണ് ഡോക്ടർ പറഞ്ഞത്, നോർമലായിട്ടുള്ള കുഞ്ഞല്ല. ഒത്തിരി സങ്കടത്തോടെയാണ് ഞങ്ങളത് കേട്ടിട്ട് ഞങ്ങൾ പോകുന്നത്. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡോക്ടറിൻ്റെ വീട്ടിലാണ് ചെന്ന് കാണുന്നത്. ഡോക്ടറിന് വീട്ടിൽ കാണാൻ വേണ്ടി ചെന്നു. മരുന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ സഹതാപത്തോടെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഡോക്ടർ മെഡിസിനൊക്കെ എഴുതുക. മെഡിസിൻ എഴുതുന്ന സമയത്ത് ഞാൻ ഡോക്ടറിനോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു. ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഡോക്ടറെ 1 മാസം മുമ്പ് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞില്ലേ, ആ കാര്യത്തിൽ ഡോക്ടറിന് 100% തെറ്റുപറ്റിയിരിക്കും. ഇപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, ഏത് കാര്യമാണ്? ഇപ്പം ഞാൻ പറഞ്ഞു, കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യം. കുഞ്ഞ് നോർമൽ അല്ല എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ, പക്ഷേ എനിക്ക് ദൈവം തരുന്നുണ്ടെങ്കിൽ അത് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ ആയിരിക്കും. കാരണം ഞാൻ അന്ന് ആദ്യമായിട്ട് ഡോക്ടർ പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ എൻ്റെ നാട്ടിൽ വേളാങ്കണ്ണി മാതാവ് ഒരു ചാപ്പലുണ്ട്, ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അന്ന് കുർബാന നടക്കുക. ആ കുർബാനയിൽ പങ്കെടുത്തു, പ്രാർത്ഥിച്ചു, ഞാൻ ഈശോയ്ക്ക് കൊടുത്തു. അന്ന് ഈശോ തന്നൊരു മെസ്സേജ് ആയിരുന്നു, മോനെ നിന്റെ കുഞ്ഞിനെ ഞാൻ തൊട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും ധൈര്യത്തിൽ ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ തെറ്റുപറ്റിയിരിക്കും. ഡോക്ടറിനെ വഴക്ക് പറഞ്ഞു, നീ എന്തായി പറയുന്നത്? സ്കാനിങ് റിപ്പോർട്ടൊക്കെ എടുത്ത് കാണിച്ചു തന്നു, ദേ ഇതാ ഞാൻ പറഞ്ഞത്, ഇത്ര സെൻറ്റിമീറ്റർ തല വലുതാണ് എന്നൊക്കെ പറയുക. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, 100% ഡോക്ടർ തെറ്റുപറ്റിയിരിക്കും. ഭാര്യ പറഞ്ഞു, ചേട്ടൻ മിണ്ടാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഡോക്ടർ തെറ്റുപറ്റും. ഡോക്ടറിന് വഴക്കടിച്ചിട്ടാണ് ഡോക്ടറിൻ്റെ റൂമിൽ നിന്നാണ് ഞങ്ങൾ ഇറങ്ങിപ്പോരുന്നത്. പക്ഷെ അതിനുശേഷം പ്രസവ സമയമായപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സിസേറിയൻ ചെയ്യണം, തലവരുതല്ലേ, അതുകൊണ്ട് സൈൻ ചെയ്ത് കൊടുക്കണം. ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് രാവിലെ തന്നെ ഞാൻ കുർബാനയിൽ പങ്കെടുത്തു. അന്നത്തെ കുർബാന സമർപ്പിച്ചു. എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്റർ വാതിക്കൽ ഞാൻ ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്റർ വാതിൽ തുറന്നിട്ട് ഒരു കുഞ്ഞിനെയുമായിട്ട് ഒരാൾ പുറത്തേക്ക് വന്നു. നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ജീവിതത്തിൽ അനുഭവമുണ്ട്, നേഴ്സുമാരാണ് കുഞ്ഞിനെയുമായിട്ട് പുറത്തേക്ക് വരുന്നത്. പക്ഷേ ഈ ഷീല മാഡം എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ തന്നെ പുറത്തേക്ക് വന്നിരിക്കുക. പുറത്തേക്ക് വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്റെ കുഞ്ഞാണ്, പെൺകുട്ടിയാണ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, നമ്മൾ പറഞ്ഞ പോലെ ഒരംഗവൈകല്യവും കുഞ്ഞിനില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടറെ നമ്മളല്ല പറഞ്ഞത്, ഡോക്ടറാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, സാധാരണ നോർമലായിട്ടുള്ള ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് വന്നു. കാരണം അന്ന് പരിശുദ്ധ കുർബാനയിൽ ആ ദിവസം മുതൽ, ഇത് കേട്ട നാൾ മുതൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന ഒരു വാഗ്ദാനമുണ്ട്, മോനെ നിന്റെ കുഞ്ഞിനെ ഞാൻ തൊട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെ ഒത്തിരി അത്ഭുതങ്ങൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ, ഈ അൾത്താരയിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ കർത്താവ് ആശീർവദിച്ചത് എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ വഴി ഏറ്റവും നല്ല സുഗമമായ വഴിയാണ് സ്വർഗം പ്രാപിക്കാനായിട്ട്. അതുകൊണ്ട് പരിശുദ്ധ കുർബാനയോട് ആരെങ്കിലൊക്കെ അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുർബാന ഒരു കടമ നിർവഹിക്കൽ മാത്രമാണെങ്കിൽ, പ്രിയമുള്ളവർ, അല്ലെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ എൻ്റെ ജീവിത പങ്കാളി അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കന്മാർ പള്ളിയിൽ പോകുന്നുണ്ട്, അതുള്ളത് കൊണ്ട് ഞാൻ പോകുന്നു, അത് മാറ്റിവെച്ചിട്ട് എൻ്റെ കർത്താവിൻ്റെ സ്നേഹം മുഴുവൻ ഈ അൾത്താരയിൽ നിന്ന് എനിക്ക് അനുഭവിക്കണം എന്ന മനോഭാവത്തോടെ എല്ലാ ദിവസവും നിങ്ങൾ പരിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറ ഹല്ലേലൂയാ, ജീവൻ പറ ഹല്ലേലൂയാ. 3ാമത്തെ വഴിയാണ്
ജെറൂസലമിൽ നിന്നും ദമാസ്കസ് വഴി സ്വർഗത്തിലെത്താം. ജെറൂസലമിൽ നിന്നും ദമാസ്കസ് വഴി സ്വർഗത്തിലെത്താം. അത് അനുതാപത്തിന് വഴിയാണ്. സാവൂളിൽ നിന്നും പൗലോസിലേക്കുള്ള വഴിയാണ്. സാവൂൾ ജെറൂസലമിൽ നിന്നും ക്രിസ്ത്യാനികളെ ഒന്നടങ്കം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്മതപത്രവും വാങ്ങിച്ചുകൊണ്ട് ഡമാസ്കസിലേക്ക് യാത്ര പുറപ്പെട്ടു. ആ യാത്ര മധ്യേ കർത്താവ് സാവൂളിനെ പിടിച്ചു. പിന്നീട് സാവൂൾ പൗലോസായി രൂപാന്തരപ്പെട്ടു. പ്രിയമുള്ളവരെ, പാപാവസ്ഥയിൽ നിൽക്കുന്ന നമ്മൾ പുണ്യാവസ്ഥയിലേക്ക്, അതായത് സാവൂൾ എന്ന എൻ്റെ ജീവിതത്തില് പൗലോസ് എൻ്റെ ജീവിതത്തിലേക്ക് വരണം. എൻ്റെ ജീവിതത്തിൽ സാവൂളിൻ്റെ അനുഭവങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, വ്യക്തിയുമായി പറഞ്ഞാൽ പാപത്തിൻ്റെ തഴക്കങ്ങൾ ഏതെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ വഴി വിട്ട് മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് വരണം. എന്നാ ഒരുപാട് പേരുടെയൊക്കെ ജീവിതം സംഭവിക്കുന്നൊരു കാര്യമാണ്. ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തികളൊക്കെയാണ്, പക്ഷേ ചില പഴയ തഴക്ക ദോഷങ്ങളുണ്ടാകും. ചിലവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഡെയിലി പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ ദിവസവും ജപമാലയൊന്നും താഴെ വെക്കത്തില്ല, കയ്യിൽ തന്നെ ഉണ്ടാകും ജപമാലയൊക്കെ. പക്ഷേ സ്വഭാവം സാവൂളിൻ്റെ ആയിരിക്കും. സ്വഭാവം സാവൂളിൻ്റെ ആയിരിക്കും. പ്രിയമുള്ളവരെ, അനുദപിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ സാവൂളിൻ്റെ ജീവിതാനുഭവങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരണം. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് വലിയ വലിയ പാപങ്ങളെക്കുറിച്ചൊക്കെ, ഞാൻ ധ്യാനം കൂടിയപ്പോൾ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞ വലിയ വലിയ പാപങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന കൊച്ചു കൊച്ചു പാപങ്ങളെന്ന് നമ്മൾ കരുതുന്ന ചില പാപത്തിൻ്റെ തഴക്ക ദോഷങ്ങളായിരിക്കാം, ചില ബലഹീനതകളായിരിക്കാം, വഴക്കടിക്കുന്ന ശീലമായിരിക്കാം, പൊരുത്തപ്പെടാത്ത കാര്യങ്ങളായിരിക്കാം, വിശ്വസ്തത കുറവായിരിക്കാം, അനുസരണമില്ലായ്മയായിരിക്കാം, വിധേയത്വമില്ലാത്ത അവസ്ഥയായിരിക്കാം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് നിങ്ങൾ കരുതുന്ന ചില പാപങ്ങളായിരിക്കാം എനിക്ക് സ്വർഗം നഷ്ടമാക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, അനുദപിക്കുന്നില്ല എങ്കിൽ, മാനസാന്തര അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം എനിക്ക് വളരെ വിദൂരത്തായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. പറ ഹല്ലേലൂയാ. സർവ്വനും പറ ഹല്ലേലൂയാ. അവസാനം വേഗത്തിൽ നാലാമത്തെ കാര്യം കൂടി ഞാൻ പറയുകയാണ്. നാലാമത്തെ വഴി, അത് ജെറൂസലമിൽ നിന്നും കാൽവരി വഴി സ്വർഗത്തിലെത്താം. ജെറൂസലമിൽ നിന്നും കാൽവരി വഴി. അത് ഒറ്റ കാര്യമേ സൂചിപ്പിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില സഹനങ്ങളായിരിക്കാം. പ്രിയമുള്ളവരെ, സഹനങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവിനെ വിട്ടിട്ട് പോകരുത് കേട്ടോ. സഹനങ്ങൾ അത് കർത്താവിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതായി മാറ്റിയെടുക്കണം. ജോബിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ജോബ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഭാര്യ പോലും പറഞ്ഞു, ആ ദൈവത്തെ ശപിച്ചിട്ട് ഇട്ടിട്ട് പോയിക്കൂടെ മനുഷ്യ എന്ന് പറഞ്ഞു. കൂട്ടുകാരൊക്കെ പരിഹസിച്ചു. പക്ഷെ എല്ലാ സഹനങ്ങളുടെ ഇടയിലും ജോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു. കർത്താവിന് നാമം മഹത്വപ്പെടുത്തേ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ചില രോഗപീഠകളുണ്ടാകാം. പക്ഷേ ആ സഹനങ്ങളിൽ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം കണ്ടെത്താൻ പറ്റണം. ചിലപ്പോൾ കാലാകാലങ്ങളായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞാടുന്ന ചില അസ്വസ്ഥതകളുണ്ടാകാം, ചില ഭാരങ്ങളുണ്ടാകാം. പക്ഷേ ആ സഹനങ്ങളിലും നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കണം. ആ കർത്താവിൻ്റെ സ്നേഹം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ സഹനങ്ങൾ എനിക്ക് ഉപകാരമായി മാറും. പറഞ്ഞേ ഹല്ലേലൂയാ. പോരാ, നന്ദി പറഞ്ഞേ ഹല്ലേലൂയാ. ജീവനോട് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, 4 വഴികളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ജെറൂസലേമിൽ നിന്നും ജെറീക്കോ വഴി സ്വർഗത്തിലെത്താം. അത് സൂചിപ്പിക്കുന്നത് അപരനോടുള്ള നമ്മുടെ മനോഭാവമാണ്. ദൂരെ വെച്ച് തന്നെ അപരനെ കാണുവാൻ, ദൂരെ വെച്ച് തന്നെ അപരനെ കണ്ട് മനസ്സലിയുവാൻ, മനസ്സലിഞ്ഞ് അവനെ ശുശ്രൂഷിക്കുവാൻ, അവന് ആവശ്യമായത് ഒന്ന് ഷെയർ ചെയ്യുവാൻ എനിക്ക് മനസ്സുണ്ടാകണം. 2, കുർബാനയോടുള്ള എൻ്റെ ആഗ്രഹമായിരിക്കണം.
കൗദാശിക ജീവിതത്തോടുള്ള എൻ്റെ ഏറ്റവും വലിയ സ്നേഹമായിരിക്കണം. ജെറൂസലമിൽ നിന്നും എമ്മാവുസ് വഴി സ്വർഗത്തിലെത്താം. മൂന്നാമത്തത് ജെറൂസലമിൽ നിന്നും ഡെമാസ്കസ് വഴി സ്വർഗത്തിലെത്താം. അത് എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും രഹസ്യഭാവങ്ങളോ ആരും അറിയാത്ത ചില രഹസ്യങ്ങളോ പാപത്തിൻ്റെ തഴക്കദോഷങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറ്റി നമ്മുടെ ജീവിതത്തിൽ എത്താം. നാലാമത്തെ വഴി എന്ന് പറയുന്നത് ജെറൂസലമിൽ നിന്നും കാൽവരി വഴി. അത് എൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ എനിക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാൻ എനിക്ക് സാധിക്കണം. ഈ 4 വഴികളിലേക്ക് നമ്മെ എത്തിക്കുന്നത്, നമ്മെ സഹായിക്കുന്നത് പ്രിയമുള്ളവരെ, അത് പരിശുദ്ധ കന്യക മറിയമാണ്. നമ്മൾ ഈ മാസം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയ്ക്ക്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ജീവിക്കണം കേട്ടോ. പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധ ബെർണാഡ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭൂമിയിൽ ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ ആ പ്രാർത്ഥന കേട്ട് സാത്താനും നരകം മുഴുവനും ഭയന്ന് വിറക്കുന്നു എന്നാ പറയുന്നത്. ഭൂമിയിൽ നിന്ന് ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ സാത്താനും നരകം മുഴുവനും ഭയന്ന് വിറക്കുന്നു. പ്രിയമുള്ളവരെ, ജപമാല കൈകളെടുത്തിട്ട് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചിട്ട് അമ്മയോട് കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ആ സ്വർഗത്തിലെത്താനായിട്ട് ഏണിപ്പടി അമ്മ പിടിച്ചു തരും. ആ ഏണിപ്പടി തെന്നാതെ, അത് താഴെ വീഴാതെ ആ ഏണിപ്പടി അമ്മ പിടിച്ചു തരും. അമ്മയുടെ സഹായത്തോടെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റിക്കാം കേട്ടോ. എല്ലാവർക്കും എഴുന്നേറ്റിക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു വചനമുണ്ട്. ആ വചനം ഇതാണ്: കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. ഈ വചനം അടുത്തിരിക്കുന്ന ഒരു 100 പേരുകൾക്ക് ഒന്ന് സ്വരമുയർത്തി നല്ല പവർഫുൾ ആയിട്ടോ ഒന്ന് പറയാമോ? കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഇനി അതേ വചനം തന്നെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ തലയിലൊന്ന് കൈവച്ചിട്ട്, ഫേസ് ടു ഫേസ് തലയിലൊന്ന് കൈവച്ചിട്ട് അങ്ങോട്ട് തല വെച്ച്, എന്നിട്ട് ആ അടുത്തിരിക്കുന്ന ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കിയേ, കണ്ണടച്ച് പിടിക്കണ്ട, മുഖത്തേക്ക് നോക്കിയേ. ഒറ്റക്കാണെങ്കിൽ 3 പേരായിട്ട് നോക്കട്ടാ. ആ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഒന്ന് വിശ്വാസത്തോടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ വേണ്ടിയിട്ട് ആ ഒരു ആത്മവിശ്വാസം, കൃപയുടെ ഒരു നിറവ് ആ വ്യക്തിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞ്, കർത്താവിന് നിന്നെ കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അതിന് നേരെ നോക്കിയോ, ഒന്ന് കണ്ണുകളടച്ച് 2 കൈകളും യാചന രൂപത്തിൽ ഒന്ന് തുറന്നു പിടിച്ച്, 2 കൈകളും യാചന രൂപത്തിൽ തുറന്നു പിടിക്കാം. പ്രിയമുള്ളവരെ, ഓർക്കണം കേട്ടാ, നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. ചിലപ്പോൾ ഇവിടെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരുപാട് നിയോഗങ്ങളുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഓർക്കുക, കർത്താവിൻ്റെ വാഗ്ദാനം ഇതാണ്: ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇത് വാക്ക് മാറാത്ത വാക്കാണ് കേട്ടാ, വാക്ക് മാറാത്ത നമ്മുടെ ദൈവത്തിന്റെ വാക്കാണ് കേട്ടാ. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് ഈ ദേവാലയത്തിലേക്ക് ഈ ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു നിയോഗമുണ്ടെങ്കിൽ ആ നിയോഗം നിങ്ങൾ കർത്താവിലേക്ക് വെച്ചിട്ട് നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് കേട്ടാ: മോനെ, ഞാൻ നിന്റെ കൂടെയുണ്ട്, മോളെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. എനിക്ക് ബൈബിളിൽ ഒത്തിരി ആശ്വാസം കിട്ടിയിട്ടുള്ളൊരു വചനമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ നിങ്ങളോടും പറയുക, ഇന്ന് നിങ്ങളിവിടെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ സങ്കടങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ ഞെരുക്കങ്ങൾക്കിടയിലാണെങ്കിലും, എത്ര വലിയ തകർച്ചകൾക്കിടയിലാണെങ്കിലും, രോഗപീഠകൾക്കിടയിലാണെങ്കിലും, സമാധാനമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും, പ്രിയമുള്ളവരെ ഓർക്കണം കേട്ടാ, വാക്ക് മാറാത്ത ദൈവം പറയുന്നുണ്ട്: ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. നമുക്ക് ആ കർത്താവിനെ കാണാം.